മക്കൾ പറയുന്നത് നമുക്ക് ചൂട, ഞങ്ങളുടെ ഭാഷ ഞങ്ങൾ ചൂടെന്ന് പറയും, നെത്തോലി എന്നും പറയും. ആ മീൻ തോരൻ വെക്കാനുള്ള പരിപാടിയെ ഇതാണ് മെയിൻ. അത് നെത്തോലിച്ച് വലുതായിരുന്നു, അതുകൊണ്ട് ഞാൻ കഷ്ണിച്ചിട്ടിട്ടുണ്ട്. പിന്നെ കൊച്ചു മത്തിയുണ്ട്. നമുക്കിത് തോരൻ വെക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. ഇതൊരു തേങ്ങ ഉണ്ട്, ഇത് പകുതി തേങ്ങ മതി. തേങ്ങ ഇത്രയും കൊച്ചുള്ളി, പച്ചമുളക് ഇത് നമുക്ക് ഇതിനകത്ത് അരിഞ്ഞ് ചേർക്കാം. എല്ലാം ഇതിനകത്തുണ്ടോ അല്ലേ? ഇതെല്ലാം ഇതിനകത്ത് അരിഞ്ഞിട്ട് നമ്മൾ ഇതായിട്ട് തരിഞ്ഞ വിടും. എല്ലാ സാധനങ്ങളും നമ്മൾ തന്നെ. മീൻ മാത്രമേ ഉള്ളൂ, മീനും പുളിയും മാത്രമേ ഉള്ളൂ നമുക്കുള്ള. അല്ലാത്ത നമ്മൾ ഇച്ചിരി മഞ്ഞപ്പൊടി ഇടും, 1 ടീസ്പൂൺ. 1 ടീസ്പൂണും വേണ്ട, കുറച്ച് ലേശം മുളക് പൊടി. നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട്, അതിട്ട് കുറച്ച് മുളക് പൊടി ചേർത്താൽ മതി. ഇതിൻ്റെ പാകത്തിനുള്ള ഉപ്പ് നമ്മൾ ഉപ്പ് അതിൻ്റെ പാകത്തിനേ ഇടാവുള്ളൂ. നമ്മളിതിപ്പോൾ നന്നായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉപ്പ് ഒന്ന് നോക്കണം എങ്ങനെ ഉണ്ടെന്ന്, പിന്നെ മീൻ മാരി ഇട്ട് വരട്ടാവുള്ളൂ. വെളിച്ചെണ്ണ ഇപ്പം മീൻതോരൻ്റെ സകല സാധനങ്ങൾ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഇനി പെരട്ടുമോ നന്നായിട്ട് കുഴയ്ക്കുകയാണ്. കുഴയ്ക്കുന്ന പറഞ്ഞാൽ നല്ലോണക്ക് നമ്മൾ മസാജ് ചെയ്യുന്നവർക്ക് നല്ലോണം ചെയ്യണം. നമ്മളിത് നന്നായിട്ട് ഇത് നല്ല കൈകൊണ്ട് ഞെവിടി ഇതൊന്ന് റെഡിയാക്കി എടുക്കണം. എന്നിട്ട് നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിന് ഉപ്പ് നോക്കണം. നമ്മൾ പിന്നെ ചെയ്ത് കഴിഞ്ഞാൽ നോക്കട്ടെ ഇനി ഉപ്പ് എന്ത് ഉണ്ടെന്ന്. ഇച്ചിരി ശകലം ഉപ്പ് മുന്നിലിട്ട് വേണം ചെയ്യാൻ. ഒരു ലേശോടാണ് ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് പുളിയുടെ ഞെവിടും. പുളിയൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ഇതിനകത്തിട്ട് ഞെവിടും. ഇത് എത്ര കഷ്ണം എടുത്തു? അതിപ്പോൾ 2 കഷ്ണം എടുത്തിട്ടുണ്ട് ചെറുതായിട്ട്. പിന്നെ എല്ലാം ഉപ്പും നോക്കി പരുവായി നമ്മൾക്ക് മീനിട്ട് കുഴയ്ക്കാൻ പോവാണ്. നമ്മൾ ഇതിനകത്ത് കുറച്ച് ഇച്ചിരി വെള്ളം ചേർത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇത് ആവി വേവണം, അതിന് വേണ്ടി മാത്രം. അല്ല വെള്ളം ഇനി വെള്ളവും വെക്കരുത് കേട്ടോ. നമ്മളൊരു നനവിന് വേണ്ടി മാത്രം വെള്ളം ചേർക്കുന്നുള്ളൂ. അത് നമ്മൾ അടപ്പ വെച്ച് ചെറിയ തീ കിടന്ന് വെന്ത് പറ്റിയാൽ മതി. അടച്ച് വെക്കാം. നമ്മളിത് തിളയ്ക്കുന്ന വരെ നല്ല തീ കിടക്കണം. തിളച്ച് കഴിയുമ്പോൾ നമ്മളൊന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കുലിക്കണം. കുലിക്കാൻ ശേഷമേ ഈ തീ ഒന്ന് കുറച്ച് വെക്കണം.
ഒന്ന് പതുക്കെ ഒന്ന് കുലുക്കി വെക്കണം, കാരണം അടിക്ക് പിടിക്കാതെ. കുഞ്ഞിക്കാണ് മീൻ കുലുക്കൊക്കെ ചെയ്യുന്നത്. കുലുക്കി സർബത്തുണ്ടാക്കി കുലുക്കുന്നില്ല. ഇതൊരു നിർവ്വാണം. മതി 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 മതി. പൊടിച്ചു കളഞ്ഞ മമ്മി ഒന്ന് ഇടിച്ച് കാണിക്കളെ. ചട്ടിയൊക്കെ ഒരുപോലെ അതാ ഇരിക്കുന്നത്. അതെ അതെ. ഇച്ചിരി പറ്റാനുണ്ട്, നല്ലോണം പറ്റണം ഇത്. വെള്ളം മൊത്തം ആണ്ടാ നന്നായിട്ട് പറ്റിയിട്ട് ഇങ്ങനെ രാമ വരും മക്കളെ. അന്നേരമാണ് നമുക്ക് ഈ മീൻ തോരന് ഒരു ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. നെക്സ്റ്റ് ലേശം പറ്റാനുണ്ട്, നമുക്ക് തോരാനുണ്ട്. എനിക്കന്ന് പ്രാർത്ഥനയ്ക്ക് പോകണം, അത് ശരിയാക്കി വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു മക്കളെ. അതുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ ചൂടത്തോരൻ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.